കൃപാസന അമ്മയ്ക്ക് ഈശോമാതാവിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ അൽത്താരയിൽ നിത്യേന് ഒരു കോടാനുകോടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 മെയ് 24-നാണ്. എൻ്റെ മകൾ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വന്നത്. എനിക്ക് ലോ ഷുഗറുള്ള വ്യക്തിയാണ്. എനിക്ക് കൃപാസനത്തിൽ വന്ന് പോയ ഉടനെ തന്നെ വീട്ടിൽ ചെന്ന് ലോ ഷുഗർ മാറിക്കിട്ടി. എനിക്ക് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 8 മണിക്ക് കഴിച്ചാൽ ഉടനെ തന്നെ 12 മണി 10 മണി 11 12 ഈ സമയങ്ങളിലൊന്നും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിറയിലും ഫുൾ ബോഡി അങ്ങ് തളർന്നു പോകണക്കാണ്. ഒരു സ്ഥലത്തും രാവിലെ പോകാൻ എനിക്ക് പറ്റത്തില്ല. ഉച്ച കഴിഞ്ഞാണ് എവിടെയെങ്കിലും ഞാൻ പോകുന്നത്. പോയി കഴിഞ്ഞാൽ എനിക്ക് വിറയിൽ കാരണം ഞാൻ വീണു പോകും. ആഹാരം തന്നെ രാവിലെ കഴിച്ച് പിന്നെ ഇടയ്ക്ക് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിറയിലാണ്. പക്ഷേ ഇവിടെ വന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഒരു കുഴപ്പവുമില്ല. രാവിലെ ഞാൻ കാപ്പി കുടിച്ച് ഉച്ചയ്ക്ക് പിറ്റേ ദിവസം കഴിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഷുഗർ കുറഞ്ഞില്ല. അത് കണക്ക് തന്നെ അത് പിറ്റേ ദിവസവും അതേപോലെ ഞാൻ നോക്കി. രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചില്ല, രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിച്ചു. അപ്പോഴെനിക്ക് ഇത്രയും ലോ ഷുഗർ വരുന്നില്ല. പിറ്റേ ദിവസവും ഞാനിത് തന്നെ കണ്ടിന്യൂ. എനിക്ക് ഇന്ന് വരെ ഇപ്പം ഞാൻ രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഇപ്പോഴും വരെ കഴിച്ചില്ല. എനിക്ക് ലോ ഷുഗർ വന്നിട്ടുമില്ല. എനിക്ക് 15 വർഷം കൊണ്ടുള്ള ലോ ഷുഗറാണ്. അത് പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പോൾ 1 വർഷമായി, ഒരു കുഴപ്പവും ഇല്ല. അത് എൻ്റെ ആദ്യത്തെ സാക്ഷി അതാണ്. പിന്നെ രണ്ടാമത് 20 വർഷം കൊണ്ട് ഞാൻ അതികഠിനമായ തലവേദനയാണ്. ഞാൻ പാരസെറ്റമോളും ഇല്ലാതെ ഞാൻ നടക്കില്ല, അത്രയ്ക്ക് പ്രശ്നമാണ്. എനിക്കിവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അന്നെനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഞാനിവിടുത്തെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് അമ്മയുടെ ഉടമ്പടി ചുട്ടി നെറ്റിയിൽ അമർത്തി കിടന്നു. അന്ന് എനിക്ക് തലവേദന മാറിയതാണ്. പിന്നെ അങ്ങനെ തലവേദന വന്നിട്ടില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ മൂന്നാമത് എനിക്ക് 21 വർഷം കൊണ്ടുള്ള ബ്ലീഡിങ് ആണ്. ഭയങ്കര ബ്ലീഡിങ് ആണ്. അത് ഇവിടെ ഞാൻ ആദ്യം വരുമ്പോഴും എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു, പിന്നെ പുതുക്കാൻ വരുമ്പോഴും അത് തന്നെ ആയിരുന്നു. പക്ഷേ ബ്ലീഡിങ് അത് നിൽക്കാത്തത് കൊണ്ട് 60 ദിവസമൊക്കെ നിൽക്കും. പക്ഷേ ഞാനങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. ഇനി ക്യാൻസർ എങ്ങാനോ ആണോ എന്നൊരു പേടി. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ നോക്കിയപ്പോൾ ഒരു ചെറിയ മുഴ കണക്കുണ്ട്. അല്ലെങ്കിൽ എനിക്ക് PCOD ഉള്ളതാണ്. അപ്പോൾ മുഴയുള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു സ്കാൻ ചെയ്തിട്ട് വാ, എന്തെങ്കിലും എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പോയി. അപ്പോൾ ഡേറ്റ് ഇട്ട് തരികയാണ് ചെയ്തത്. അങ്ങനെ തിരിച്ച് വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഒരു മെഡിസിനും എടുക്കത്തില്ല. ഞാൻ അല്ലെങ്കിൽ എൻ്റെ 21 വർഷം കൊണ്ട് ട്രാപ്പിക് MF എന്ന് പറയുന്ന ഗുളിക ഞാൻ കഴിച്ച് തളർന്നതാണ്. ആയുർവേദിക്, അലോപ്പതി എല്ലാം ഞാൻ കഴിച്ച് തളർന്നതാണ്. അപ്പോഴും ഞാൻ ഈ ട്രാപ്പിക് MF ഗുളിക കഴിച്ചില്ല. അതിന് പകരം ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തേൻ, ഓയിൽ, ഒഴിഞ്ഞ ഒരു കൃപാസന ഉടമ്പടി ഒരു ഉപ്പ് ടിന്നുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മരുന്ന് കണക്ക് 3 നേരവും കഴിച്ചു. അങ്ങനെയാണ് ഞാൻ. ആ സമയത്ത് അത് കഴിച്ചിട്ടാണ് ഞാൻ ആ സ്കാനിങ് ഡേറ്റ് ഇട്ട സമയത്ത് അതേ സമയത്ത് സ്കാൻ ചെയ്യാൻ തന്നു. അപ്പോൾ അവിടെയും ഞാൻ ആ സ്കാനിങ്ങിൻ്റെ അടുത്ത് ഉടമ്പടി നേർച്ച വസ്തുവായി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കാശ് രൂപം കയ്യിൽ മുറുക്കെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. പക്ഷേ സ്കാൻ ചെയ്ത റിപ്പോർട്ട് കൊണ്ട് ഡോക്ടറുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നോക്കിയ മുഴ അതങ്ങനെ കാണുന്നില്ല, പിന്നെ സ്കാനിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് നമുക്ക് നോക്കാം, ഇപ്പോൾ ഒരു മെഡിസിനും ഇല്ല, പൊക്കോളാൻ പറഞ്ഞ്. അങ്ങനെ പിന്നെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ആ സമയത്ത് എനിക്ക് ഡോക്ടറെ കണ്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായി. 3 ദിവസം എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ഡോക്ടർ ചെക്ക് ചെയ്തതിൻ്റെ ആ ഒരു ബ്ലീഡിങ് ആയിരുന്നു. ഞാനങ്ങനെ 3 ദിവസവും ഞാൻ ഈ ഉടമ്പടി തേനും ഉപ്പും ഓയിലും ഉടമ്പടി തൈലുമാണ് 3 നേരവും ഞാൻ മെഡിസിന് പകരം ഞാൻ ഇത് മാത്രമാണ് കഴിച്ചത്. അപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞ്, നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല? മരുന്ന് 3 നേരം കഴിച്ചാലല്ലേ ഗുളിക, സാധാരണ ഞാൻ ഗുളിക കഴിച്ചാലേ ഇത് 2 ആഴ്ച ബ്ലീഡിങ്ങിൻ്റെ ഗുളിക കണ്ടിന്യൂ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ബ്ലീഡിങ് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ട്രിപ്പിട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ലായിരുന്നു. അപ്പോഴും ഞാൻ ഈ ഓയിൽ, ഈ കൃപാസന തൈലവും ഉപ്പും മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ച് അങ്ങനെ 3 ദിവസവും ഞാൻ അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ആ 3 ദിവസം എനിക്ക് അമിതമായ ബ്ലീഡിങ് ആയിരുന്നു. ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലീഡിങ് ആയിരുന്നു. എനിക്കങ്ങ് നിൽക്കാൻ പറ്റത്തില്ല, തലകറക്കം,
ഭയങ്കര അസ്വസ്ഥതയും ശ്വാസം മുട്ട് വരെ ഉണ്ടായിരുന്നു, ബ്ലീഡിങ് അമിതമായി കൂടിയതിന് ശേഷം. പക്ഷേ ഞാൻ ഈ 3 ദിവസം ഇത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ സിസ്റ്റർ എടുത്ത് മാറ്റണം. കാര്യം എന്നെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് എന്നെ നോക്കാൻ സത്യത ആരുമില്ലാത്തത് കൊണ്ട് അമ്മ മാതാവ് എന്നെ നോക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇത് കഴിച്ചത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ 4ൻ്റെ അന്ന് എനിക്ക് പൂർണ്ണമായി ബ്ലീഡിങ് മാറിക്കിട്ടി. അതിനുശേഷമാണ് ഞാൻ സ്കാനിങ്ങിന് പോയത്. ആ സ്കാനിങ്ങിൽ ഒരു പ്രശ്നം, ഡോക്ടർ പറയത്തക്ക പ്രശ്നമൊന്നും ഇല്ല പറഞ്ഞു, തിരിച്ചു വെച്ച് 3 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ വന്ന് ബ്ലീഡിങ്ങും ഇത് കഴിച്ചത് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ കഴിച്ചത് കൊണ്ട് ബ്ലീഡിങ് മാറിയെന്ന് സാക്ഷ്യം പറയാൻ വന്നു. അപ്പോൾ ഇവിടെ സിസ്റ്റർ പറഞ്ഞു 3 മാസം കൂടെ നോക്ക് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ദൈവം ഇതിപ്പോൾ വേറെ എന്തോ എന്നെക്കൊണ്ട് അതുകൊണ്ടാണ് പോവേണ്ടി വന്നതെന്ന് ഞാൻ വിചാരിച്ചു പോയി. പിന്നെ 3 മാസം ഞാൻ അടുത്ത മാസം പീരീഡ് സമയത്ത് ബ്ലീഡിങ് സാധാ നോർമലായിരുന്നു. 2ാമത്തെ മാസം അതായിരുന്നു. പിന്നെ 3ാമത്തെ മാസം ആയപ്പോൾ 15 ഡേ നിന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ വീണ്ടും എനിക്ക് അമിത ബ്ലീഡിങ് ഇല്ല എങ്കിലും നിൽക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉച്ചയായപ്പോൾ ഞാൻ പോയി ഉടമ്പടി പത്രികയും കാശ് രൂപവും കയ്യിൽ പിടിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങി. അപ്പോഴൊരു വയറ്റിലൊരു പെട്ടെന്നൊരു വൈബ്രേഷൻ കണക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് എൻ്റെ സിസ്റ്റം കാണാൻ മാറിയതാണോ, ഒന്നും അറിയാമേ, മാതാവ് എടുത്ത് മാറ്റിയതാണെന്ന് എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വീട്ടിൽ പറഞ്ഞു, എൻ്റെ സിസ്റ്റർ മാതാവ് എടുത്ത് മാറ്റിയത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചാലും ഒരെണ്ണം എൻ്റെ സിസ്റ്റർ മാറിയതിനെക്കുറിച്ച് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ബാത്റൂമിൽ പോയപ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിലൊരു സിസ്റ്റ് പോയി. അപ്പോഴേ എനിക്ക് ഭയങ്കര മുഴയാണ് പോയതെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ ഡോക്ടറെ ചെന്ന് കണ്ട്, അപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിന് വീണ്ടും 1 മാസമാണ് ഡേറ്റ് ഇട്ടത്. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളതുകൊണ്ട് ഞാൻ വേറൊരു കൂട്ടുകാരി ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളോട് പറഞ്ഞ ഒരു സ്കാനിങ് ഡേറ്റ് എടുത്തു. അപ്പോൾ അവിടെ പോയി സ്കാൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഹോർമോൺ ഗുളിക കഴിച്ചാൽ മാത്രമേ ഈ മുഴ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടിൽ ഒരു കുഴപ്പവും കാണിക്കുന്നില്ല, ഒരു പ്രശ്നവുമില്ല, മുഴയൊന്നുമില്ല, മെഡിസിനൊന്നും കഴിക്കണ്ട, ഡോക്ടർ എല്ലാം ഓക്കെ പറഞ്ഞു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ആഴ്ചതോറും എന്നെക്കൊണ്ട് പറ്റുന്ന പൊതികൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് എല്ലാ ആഴ്ചകളിലും കൊടുക്കും. കൊണ്ടുപോകുന്നതിന് മുമ്പേ മാതാവേ ഇത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാൻ, എല്ലാവരും അങ്ങനെ മേടിക്കത്തില്ല, അപ്പോഴും അർഹതപ്പെട്ടവർക്ക് മാത്രം കണ്ടുപിടിച്ച് ഞാൻ കൊടുക്കും. പിന്നെ പത്രങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന പൈസകളൊക്കെ കൊച്ചതായിട്ട് ചിലവാക്കും. പിന്നെ തൊട്ടടുത്ത വീട്ടിലൊരു അമ്മയ്ക്ക് ഞായറാഴ്ച തോറും അവരുടെ ആഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും. ബൈബിൾ എന്ന് വായിക്കും. പണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചപ്പോൾ 91 സങ്കീർത്തനം മാത്രമേ വായിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ബൈബിൾ ഫുള്ള് വായിക്കുന്നുണ്ട്. ഇപ്പം കൊന്ത ചൊല്ലാൻ ഇതിനകത്ത് നോക്കി പഠിച്ചു. പറഞ്ഞില്ല, ഞാനൊരു ഹിന്ദുവാണ്, അത് പറയാൻ വിട്ടുപോയതാണ്. ഇത്രയും തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ലിജി എന്ന ഈ മകൾക്കുണ്ടായ സമാനമായ അവസ്ഥകൾ 2026 വർഷം മുൻപ് നാം സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ തൊട്ട ഒരു സ്ത്രീയാണ് നാം സുവിശേഷങ്ങളിൽ കണ്ടെത്തുന്നത്. 12 വർഷമായി അവൾക്ക് ഒരുപാട് വൈദ്യരെയും ചികിത്സകളും ചെയ്തിട്ടും അവളുടെ ബ്ലീഡിങ് നിൽക്കാത്ത ഒരവസ്ഥയിൽ അവൾ ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉറച്ച് വിശ്വസിച്ചു. ഇടയിലൂടെ വന്ന് അവൾ ഈശോയെ തൊട്ടു. ഈശോയെ തൊട്ട വശം തന്നെ അവളുടെ ആ ബ്ലീഡിങ് നിന്നതായും ഈശോ ഉടനെ തിരിഞ്ഞുകൊണ്ട് എന്നെ സ്പർശിച്ചതാരാണ്, എന്നെ തൊട്ടതാരാണ് എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈശോയെ ഈശോയെ തൊടുന്ന ഒരു സ്ത്രീയുടെ അനുഭവം നാം സുവിശേഷത്തിൽ വായിക്കുന്നു. ലിജി അതുപോലെ തന്നെ, ലിജിയുടെ ജീവിതാനുഭവം അങ്ങനെ തന്നെയാണ്. ഒരു അക്രൈസ്തവ മകളായ ലിജി ഇവിടെ വന്ന ഉടനെ തന്നെയാണ് ഒരുപാട് സൗഖ്യങ്ങൾ ഈ മകളേറ്റു പറയുന്നത്. 15 വർഷമായിട്ടുണ്ടായിരുന്ന ലോ ഷുഗർ ഈ മകൾക്ക് ഇവിടെ വന്ന അന്ന് തന്നെ പിറ്റേ ദിവസം ആ മകൾ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഉപവസിക്കുവാനും ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും ഈ മകൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം ലോ ഷുഗർ ആയിരുന്നു ഒരുപാട് വർഷക്കാലം
അതിൻ്റെ ഒരു അസ്വസ്ഥതയിൽ ജീവിച്ച മകൾക്ക് ഇന്ന് ഈശോയെ ഏറ്റുപറയുവാനുള്ള ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, സൗഖ്യമാണ് തൻ്റെ ലോ ഷുഗറിൽ നിന്നുള്ള വലിയ വിടുതൽ. അതുപോലെ തന്നെ 20 വർഷമായിട്ടുള്ള നിരന്തരമായ തലവേദന, ഇപ്പോഴും പാരസിറ്റമോളിനെ ആശ്രയിച്ച് ഡോക്ടേഴ്സിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു വലിയ കാലഘട്ടം ലിജിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വീണ്ടും ഈ മകളെ തലവേദനയിൽ നിന്ന് സൗഖ്യപ്പെടുത്തി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ വലിയ മധ്യസ്ഥതയാണ് നാം ഈ സാക്ഷ്യത്തിൽ കാണുന്നത്. ഒരു പ്രാവശ്യം ഈ മകൾക്ക് പീരിയഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് 60 ദിവസത്തോളം നീണ്ടു നിൽക്കുമായിരുന്നു. എത്ര തന്നെ പിന്നെ അത് പിന്നീട് അതൊരു സിസ്റ്റായി ഫോം ചെയ്യപ്പെട്ടു. അതെല്ലാം ഈശോയുടെ ഇടപെടലിലൂടെ, ഈശോയുടെ സ്പർശനത്തിലൂടെ, ഈശോയുടെ സൗഖ്യത്തിലൂടെ ഈ മകൾക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു എന്നാണ് ഈ മകൾ ഏറ്റു പറയുന്നത്. ഉടമ്പടി എന്ന് പറയുന്നത് ഉടൻ പരിഹാരമാണെന്ന് ലിജിക്ക് ഏറ്റു പറയാനായിട്ട് സാധിക്കും. കാരണം താൻ അനുഭവിച്ച ഈശോയെയാണ്, തനിക്ക് വേണ്ടി കൂടെ നിന്ന പരിശുദ്ധ അമ്മയെയാണ് ഇന്ന് ഈ അൾത്താരയിൽ മകൾ ഏറ്റു പറയുന്നത്. രാജ്യസേവകൻ്റെ മകനെ സൗഖ്യപ്പെടുത്താനായി അദ്ദേഹം മകനെ വീട്ടിൽ വന്ന് സുഖപ്പെടുത്തണമെന്ന് ഈ രാജ്യസേവകൻ ഈശോയോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നു, നീ പോയിക്കൊള്ളുക, നിൻ്റെ മകൻ സുഖപ്പെടും. അയാൾ തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ രാജ്യസേവകൻ്റെ മകൻ സൗഖ്യപ്പെട്ടുവെന്ന് ആളുടെ കൂട്ടുകാർ വന്ന് പറയുന്നതായി നാം വചനത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നാം പോകുന്ന വഴിയിലും നാം ഇവിടെ വന്ന് കാലുകുത്തുന്ന നിമിഷത്തിലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും മാധ്യസ്ഥവും അവിടുത്തെ സുഗന്ധാഭിഷേകവും എല്ലാം നമുക്ക് ലഭിക്കുന്നത് നമ്മെ കാണുകയും നമ്മെ സ്പർശിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ജീവനോടെ ദിവ്യ അൾത്താരയിൽ എന്നും നമുക്കായി സന്നിഹിതനാണ് എന്നുള്ള ഉറപ്പ് തരുന്നതാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളെയും എല്ലാ രോഗാവസ്ഥകളെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കാം. ഈശോ നമ്മെ സൗഖ്യപ്പെടുത്തും. ഈശോ നമുക്ക് വേണ്ടി വീണ്ടും നമുക്ക് വേണ്ടി സൗഖ്യം നൽകുകയും നമ്മെ അവിടുത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യും. ലിജിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.